നമസ്കാരം. നയം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കുന്നത് രാമേശ്വരം രാമനാഥസ്വാമി ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവും അതിലെ 22 തീർത്ഥ കിണറുകളുടെ പ്രത്യേകതയുമാണ്. രാമനാഥസ്വാമി ക്ഷേത്രത്തിന് 4 ഗോപുരങ്ങളാണ് 4 ദിക്കുകളിലായി തലയെടുപ്പോടുകൂടി നിൽക്കുന്നത്. അതിലൊന്നാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഞങ്ങൾ വടക്ക് ഗോപുരത്തിൻ്റെ മുന്നിലുള്ള വഴിയിലൂടെ കിഴക്ക് ഭാഗത്തെ രാമേശ്വരം കടലിനെ ലക്ഷ്യമാക്കി നടന്നു. ഇവിടെ ക്ഷേത്ര ദർശനം എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം അഗ്നിതീർത്ഥത്തിൽ മുങ്ങി നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടിയുള്ള ബലികർമ്മങ്ങൾ ചെയ്യുന്നു. അഗ്നിതീർത്ഥം എന്ന് ഉദ്ദേശിക്കുന്നത് രാമേശ്വരം കടലാണ്. കടലിൽ നിന്നും മുങ്ങി നിവർന്ന് ഈറനോടുകൂടി ബലിതർപ്പണത്തറയിൽ മുൻപേ കൂട്ടി പറഞ്ഞു വെച്ചിട്ടുള്ള ആചാര്യന്റെ അടുത്ത് ചെന്ന് ബലികർമ്മങ്ങൾ നടത്തുന്നു. കേരളത്തിൽ നിന്നും പോകുന്നവർ കേരളീയ രീതിയിൽ ബലികർമ്മങ്ങൾ നടത്തുന്ന കർമ്മികളെ സമീപിക്കുന്നതാണ് നല്ലത്. ബലികർമ്മത്തിൽ നമ്മുടെ മരിച്ചുപോയ പിതൃക്കളെ സ്മരിക്കുന്നു. ശ്രീരാമൻ കുളിച്ച കടവാണ് അഗ്നിതീർത്ഥം. അതുപോലെ സീതയെ അഗ്നി പരീക്ഷണം നടത്തിയ ആ പാപം കഴുകിക്കളയുന്നതിന് അഗ്നിദേവൻ ഇവിടെ സ്നാനം ചെയ്തതുകൊണ്ടാണ് ഈ കടൽക്കരയ്ക്ക് അഗ്നിതീർത്ഥം എന്ന് പേര് വന്നത് എന്നും ഐതിഹ്യമുണ്ട്. ഇവിടെ മുങ്ങിക്കുളിച്ച് രാമേശ്വരം ക്ഷേത്രത്തിൻ്റെ വടക്കേ ഗോപുരവാതിൽ വഴി ഈറനോടെ മണിക്കിണറിലെ വെള്ളത്തിൽ സ്നാനം ചെയ്യുന്നതാണ് ഉത്തമം. തിലതർപ്പണം 100 രൂപ, ക്ഷേത്രസങ്കല്പം അഥവാ ശിലാന്യാസ പൂജയ്ക്ക് 200 രൂപ, പിണ്ടപൂജയ്ക്ക് ഗോദാനത്തിന് 350 രൂപ വീതം, ആണ്ടുബലിക്ക് 500 രൂപ, അസ്ഥിപൂജയ്ക്ക് 750 രൂപ, തിലഹോമത്തിന് 1000 രൂപ, ശിലനാഗപ്രതിഷ്ഠയ്ക്ക് 100 രൂപയുമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. പൂജാകർമാദികളുടെ നിരക്കുകൾ അഗ്നിതീർത്ഥത്തിലെ ഭിത്തിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അധികം പണം ആവശ്യപ്പെട്ടാൽ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടാനും അറിയിച്ചിട്ടുണ്ട്. കർമ്മികളെ തിരഞ്ഞെടുക്കുമ്പോൾ പൈസ ചോദിച്ച് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ കർമ്മങ്ങൾക്ക് ഇരിക്കാവൂ. ഇനി നമുക്ക് ക്ഷേത്ര വിശേഷങ്ങളിലേക്ക് വരാം. രാമേശ്വരം ക്ഷേത്രത്തിൻ്റെ ദർശന സമയം പുലർച്ചെ 5 മണി മുതൽ 1 മണി വരെയും ഉച്ചയ്ക്ക് 3 മണി മുതൽ 9 മണി വരെയുമാണ്. തിരക്കുള്ള സമയങ്ങളിൽ വെയിലും മഴയും ഏൽക്കാതെ വരി നിന്ന് ക്ഷേത്ര ദർശനം നടത്തുവാൻ നടപ്പന്തലുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. വേറെ ഒരു പ്രത്യേക കാര്യം, 200 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ വരിയൊന്നും നിൽക്കാതെ നേരിട്ട് നമുക്ക് ദർശനം നടത്താനും ഒപ്പം പ്രതിഷ്ഠയുടെ തൊട്ടടുത്തു നിന്ന് തൊഴുന്നതിനുള്ള സൗകര്യവും നമുക്ക് ലഭിക്കും. ഈ ക്ഷേത്രത്തിലെ പ്രത്യേകത, അഗ്നിതീർത്ഥത്തിൽ മുങ്ങി നിവർന്ന് ബലിതർപ്പണം നടത്തിയതിനു ശേഷം ഈറനോടെ 22 തീർത്ഥ കിണറുകളിലെ വെള്ളത്തിൽ സ്നാനം ചെയ്യുക എന്നതാണ്. 22 തീർത്ഥ കിണറുകൾ ഇവയൊക്കെയാണ്: മഹാലക്ഷ്മി തീർത്ഥം, സാവിത്രി തീർത്ഥം, ഗായത്രി തീർത്ഥം, സരസ്വതി തീർത്ഥം, സേതുമാധവ തീർത്ഥം, ഗന്ധമാദന തീർത്ഥം, കവച്ച തീർത്ഥം, ബ്രഹ്മഹതി വിമോചന തീർത്ഥം, ശിവതീർത്ഥം, ശംഖുതീർത്ഥം, ചക്രതീർത്ഥം, സൂര്യതീർത്ഥം, ചന്ദ്രതീർത്ഥം, ഗംഗാതീർത്ഥം, യമുനാതീർത്ഥം, ഗയാതീർത്ഥം, നളതീർത്ഥം, നീലതീർത്ഥം, ഗവയതീർത്ഥം, ഗവക്ഷതീർത്ഥം, സത്യമീർത്ഥ തീർത്ഥം, സർവതീർത്ഥം. ഈ ക്ഷേത്രത്തിലേക്ക് തീർത്ഥസ്നാനം ചെയ്യാൻ പോകുന്നവരുടെ അറിവിലേക്ക്, വടക്കേ ഗോപുരനടയിൽ നിന്നും പ്രവേശിക്കുമ്പോൾ യൂണിഫോമിൽ ബക്കറ്റുമായി ആളുകളെ കാണാം. അവർക്ക് ആളൊന്നിന് 250 രൂപ നൽകിയാൽ അവരൊരു ചെറിയ ഗ്രൂപ്പ് ആകുമ്പോൾ നമ്മളെയും കൂട്ടി ഓരോ തീർത്ഥകുളത്തിൽ നിന്നും ഓരോ ബക്കറ്റ് വെള്ളം വീതം നമ്മളെ സ്നാനം ചെയ്യിപ്പിക്കും. ക്യൂ നിൽക്കേണ്ടിയും വരില്ല. 10 രൂപയുടെ ടിക്കറ്റ് എടുക്കുന്നവർക്ക് വരി നിൽക്കുകയും വേണം. ഒപ്പം ഈ തീർത്ഥകുളത്തിലെ വെള്ളം കോരി വീശി ഒഴിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. നമ്മളിപ്പോൾ രാമനാഥസ്വാമി ക്ഷേത്രത്തിൽ പോയി ബലിയിട്ടു. അത് കഴിഞ്ഞ് 22 കിണറുകളിൽ നിന്നും തീർത്ഥസ്നാനം കഴിഞ്ഞു റൂമിൽ വന്നു കുളിച്ച് ഫ്രഷായി. ഇനി നമ്മൾ ശ്രീ രാമനാഥസ്വാമി ക്ഷേത്രത്തിലേക്ക് തൊഴാൻ പോവുകയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിലേക്ക് കടക്കാം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കേ അറ്റത്ത് തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിൽ ബംഗാൾ ഉൾക്കടലിൻ്റെയും ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെയും ഓളങ്ങളെ സാക്ഷിയാക്കി രാമേശ്വരം എന്ന പുണ്യനഗരം സ്ഥിതി ചെയ്യുന്നു.
ഓരോ ഭാരതീയൻ്റെയും ആത്മീയ ഭൂപടത്തിലെ അനിവാര്യമായ ഒരിടമാണിത്. കൂടാതെ 12 ജ്യോതിർലിംഗ ക്ഷേത്രത്തിലൊന്നുമാണ്. രാമായണവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഈ പുണ്യഭൂമി. നമ്മളിപ്പോൾ രാമേശ്വരം പോയി ബലിയിട്ടു. അത് കഴിഞ്ഞ് 22 സ്നാന കിണറുകളിൽ സ്നാനം കഴിഞ്ഞു. അതിനുശേഷം ഡ്രസ്സ് മാറി ഇപ്പോൾ വീണ്ടും നമ്മൾ രാമേശ്വരം അമ്പലത്തിലേക്ക് തൊഴാൻ വന്നിരിക്കുകയാണ്. ഇത് പടിഞ്ഞാറേ നടയാണ്. അതിലൂടെയാണ് നമ്മളിപ്പോൾ അമ്പലത്തിലേക്ക് തൊഴാൻ പോകുന്നത്. രാമൻ്റെ ഈശ്വരൻ അഥവാ ശ്രീരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഈശ്വരൻ എന്ന അർത്ഥത്തിലാണ് ഈ ദേശത്തിന് രാമേശ്വരം എന്ന പേര് വന്നത്. രാവണൻ എന്ന ബ്രാഹ്മണനെ വധിച്ചതിലൂടെ ശ്രീരാമന് ബ്രഹ്മഹത്യാ പാപം ബാധിച്ചു എന്നാണ് ഐതിഹ്യം. ഈ പാപം നീക്കാനായി മഹർഷിയായ അഗസ്ത്യൻ ശ്രീരാമനോട് ശിവലിംഗ പ്രതിഷ്ഠ നടത്തി മഹേശ്വരനെ സംപ്രീതനാക്കാൻ ഉപദേശിച്ചു. പ്രതിഷ്ഠാ മുഹൂർത്തം കുറിച്ചപ്പോൾ കൈലാസത്തിൽ നിന്നും ഉചിതമായ ശിവലിംഗം കൊണ്ടുവരുവാൻ മഹാബലവാനായ ഹനുമാനെ ഏൽപ്പിച്ചു. എന്നാൽ ഹനുമാൻ തിരികെ എത്തുവാൻ വൈകി. മുഹൂർത്തം തെറ്റാതിരിക്കുവാൻ ഭഗവാൻ ശ്രീരാമൻ്റെ നിർദ്ദേശപ്രകാരം പത്നി സീതാദേവി തൻ്റെ കരങ്ങളാൽ മണൽത്തരികളാൽ ഒരു ശിവലിംഗം സൃഷ്ടിച്ചു. ഇതാണ് രാമനാഥസ്വാമി എന്ന പേരിൽ ഇന്ന് പൂജിക്കുന്ന പ്രധാന ശിവലിംഗം. ശിവലിംഗവുമായി തിരിച്ചെത്തിയ ഹനുമാൻ പ്രതിഷ്ഠ കഴിഞ്ഞതറിഞ്ഞ് ദുഃഖിതനായി. അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാനും ഭക്തൻ്റെ ഭക്തിക്ക് പ്രാധാന്യം നൽകുവാനും ശ്രീരാമൻ ഹനുമാൻ കൊണ്ടുവന്ന ശിവലിംഗം രാമനാഥസ്വാമിയുടെ ശിവലിംഗത്തിന് അടുത്തായി പ്രതിഷ്ഠിക്കണം എന്നും ഭക്തർ ആദ്യം വിശ്വനാഥലിംഗത്തെ വണങ്ങിയ ശേഷമേ രാമനാഥലിംഗത്തെ വണങ്ങാവൂ എന്നും കൽപ്പിച്ചു. ഇത് ഭക്തനെ ഭഗവാൻ എങ്ങനെ പരിഗണിക്കുന്നു എന്നതിനും ഭക്തന് ഭഗവാന്റെ മനസ്സിലുള്ള സ്ഥാനവും വരച്ചു കാട്ടുന്നു. നമ്മളിപ്പോൾ ഒരു നടരാജ ക്ഷേത്രത്തിലാണുള്ളത്. ഓക്കെ, നമ്മളിപ്പോൾ രാമേശ്വരം യാത്ര കഴിഞ്ഞു. അടിപൊളിയായിരുന്നു യാത്ര. പിന്നെ നമ്മളിവിടെ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനി വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. എന്തായാലും ഇത്രയും നേരം ഞങ്ങളെ വീക്ഷിച്ച, ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത, ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ് നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്